मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। എന്താ ഇത്? ഇത് എവിടെ പോയെന്ന് കാണുന്നില്ലല്ലോ. എന്തായി മാഡം, എന്ത് പറ്റി? എന്റെ ജ്വല്ലറിയുടെ ബോക്സ് എവിടെയാണെന്ന് കാണുന്നില്ല. ഇതിലെന്താ പ്രശ്നം? അത് എവിടെ വെച്ചെന്ന് ഞങ്ങളോട് പറഞ്ഞാ പോരെ, ഞങ്ങൾ എടുത്തോണ്ട് വരുമല്ലോ. ഹണി, ആ ബോക്സ് എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ പോയി എടുക്കുമായിരുന്നല്ലോ. മാഡം പറഞ്ഞത് ശരി തന്നെയാ. മാഡം വലിയ ബുദ്ധിമതിയാ. വാവ്. സർദാർ, ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. എന്റെ ജ്വല്ലറിയുടെ ബോക്സ് എവിടെയാണെന്ന് ഉടൻ തന്നെ കണ്ടുപിടിക്കണം. കൂട്ടുകാരെ, ഈ ജ്വല്ലറിയുടെ ബോക്സ് എവിടെയാണ് ഉണ്ടാവുക? അവിടെ തന്നെ ഉണ്ടാവും. ജ്വല്ലറി ബോക്സ് എവിടെ വെച്ചോ അവിടെ തന്നെ. ശരിയല്ലേ? എന്റെ അമ്മോ, നിനക്ക് ഭയങ്കര ബുദ്ധിയാടാ. താങ്ക് യു, താങ്ക് യു. വാ വാ, നമ്മൾ സമയം പാഴാക്കരുത്. വേഗം അന്വേഷിക്കേ. ഞാൻ ബെഡ്റൂമിൽ പോയി അന്വേഷിക്കാം. ഞാൻ പോയി ഗാർഡനിൽ അന്വേഷിക്കാം. ഗാർഡനിൽ. എടേ, ദൈവം ബുദ്ധി കൊടുക്കുന്ന സമയത്ത് നീ റേഷൻ കടയിൽ അരി മേടിക്കാൻ പോയിരുന്നോ? എടാ, ജ്വല്ലറി ബോക്സ് ആരെങ്കിലും കൊണ്ടുപോയി ഗാർഡനിൽ വെക്കോ? എനിക്കെന്തറിയാം, ഞാൻ എവിടെങ്കിലൊക്കെ അന്വേഷിക്കണല്ലോ. ആ ശരി, പോയി സ്റ്റോർ റൂമിൽ നോക്കാം. വാ. പൊട്ടിയില്ല, പൊട്ടിയില്ല. നീ എന്തായാലും രക്ഷപ്പെട്ടു വെട്ടുകാലി. സന്തോഷായോ? രക്ഷപ്പെട്ടത് ഞാനല്ല, നീയാടാ കുഞ്ഞെ. കണ്ണാടി എങ്ങനെ പൊട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇടിച്ചതിന്റെ കണ്ണാടി പെട്ടി പൊട്ടിച്ചേനെ. എടാ എട്ടുകാലി, നീ എവിടെയെങ്കിലും ജ്വല്ലറിയുടെ ബോക്സ് കണ്ടായിരുന്നോ? ആ, കണ്ടു. എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഓരോ സ്ത്രീകളുടെ കയ്യിലും ജ്വല്ലറി ബോക്സ് ഉണ്ടാവും. എടാ മണ്ടച്ചാരെ, ഞാൻ ചോദിച്ചത് അതല്ല. ഞങ്ങളുടെ മേഡത്തിന്റെ ജ്വല്ലറി ബോക്സാ. ഇല്ല, നീ അന്വേഷിച്ച് കണ്ടുപിടിക്ക. ആ ബോക്സിനകത്തുള്ള ബോക്സാ. ബോക്സിന്റെ അകത്തെ ബോക്സ് അല്ല, ജ്വല്ലറി ബോക്സടാ കഴുതേ. എടാ, നീ എന്നെ കഴുതെന്ന് വിളിച്ചല്ലേ? ഇന്ന് വിളിച്ചോ. കിട്ടിപ്പോയി. ജ്വല്ലറി ബോക്സ് കിട്ടിപ്പോയി. ജ്വല്ലറി ബോക്സ് കിട്ടിപ്പോയി. അതെ, കിട്ടിപ്പോയി. ജ്വല്ലറി ബോക്സ് കിട്ടിപ്പോയി. കിട്ടിയത് എനിക്കാണ്. ഇങ്ങോട്ട് നോക്ക്, ബോക്സിനകത്ത് ജ്വല്ലറി ഉണ്ട്. അതെയോ? അപ്പൊ ഈ ബോക്സിനകത്ത് എന്താ ഉള്ളേ? കൊച്ചളിയാ, ബോക്സിനകത്ത് മുഴുവൻ പുകയാ. ആരോ ഈ ബോക്സിനകത്ത് പുക അടച്ചു വെച്ചിരിക്കുക. ഭൂതമല്ല, പല വർഷങ്ങളായി ഇതിനകത്ത് തടഞ്ഞു കിടന്നിരുന്ന ജീനിയാണ് ഞാൻ. അടിപൊളി, ജീനിയെ കിട്ടി. ഇനി നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും. രക്ഷപ്പെട്ടു. ആ അതെ ജീനി സർ, ഞങ്ങളെ സ്വിറ്റ്സർലൻഡിലേക്ക് കൊണ്ടുപോകണം പ്ലീസ്. സ്വിറ്റ്സർലൻഡിൽ കൊണ്ടുപോകണമെന്നോ? നിന്നെയൊക്കെ സ്വിറ്റ്സർലൻഡിൽ കൊണ്ടുപോകാൻ നീയൊക്കെ ആരാ? എന്റെ അളിയന്മാരാ? നീ ജീനു അല്ലേ? ജിൻ, ഞങ്ങൾ നിന്നെ രക്ഷപ്പെടുത്തിയോണ്ട് നീ ഞങ്ങൾക്കെല്ലാം ചെയ്തു തരണം. ഞങ്ങളെ നിന്റെ രക്ഷകൻ. ഈ ലോകത്ത് രക്ഷകനായിട്ട് എനിക്ക് ആരും തന്നെയില്ല. യജമാനൻ ചമഞ്ഞു വരുന്നവർക്ക് ഇത് തന്നെയായിരിക്കും അവസ്ഥ. എന്റെ ആഗ്രഹങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കി തരണം. ഓക്കേ? ഇത് തെറ്റാണ്. ഇതിൽ എന്ത് തെറ്റാണ് ഉള്ളത്? 100 വർഷമായിട്ട് ഈ പെട്ടിക്കുള്ളി ഞാൻ അറിഞ്ഞു കിടക്കുമായിരുന്നു. ആലോചിച്ചു നോക്ക്, എനിക്ക് എത്രമാത്രം ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമെന്നൊന്ന് ആലോചിച്ചു നോക്ക്. ജീനി ചേട്ടാ, അങ്ങ് പറഞ്ഞത് ശരി തന്നെയാണ്. എങ്കിൽ എന്റെ ആഗ്രഹങ്ങൾ നിങ്ങൾ പൂർത്തീകരിച്ചു തരുമോ? ഇല്ല, തരാൻ പറ്റില്ല. ഓടിക്കോ. കൊച്ചളിയ, നമ്മുടെ ഓട്ടത്തിന് താഴെയുള്ള തറയൊക്കെ പോയി. അല്ല, ഞാനെന്തിനാ പേടിക്കുന്നത്? എനിക്ക്
പറക്കാനുള്ള കഴിവുണ്ടല്ലോ സംശയട്ടോ. ആ പൊക്ക് പൊക്ക് വേഗം പൊക്ക്. എടേ ഞാൻ തത്തമ്മയാണ് തത്തമ്മ. നിന്നെയൊക്കെ മൊത്തത്തിൽ പൊക്കിയെടുക്കാൻ ഞാൻ ഹെലികോപ്റ്റർ അല്ലടേ. രക്ഷിക്കണേ രക്ഷിക്കണേ ഭൂതം ചേട്ടാ, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തരാം. പ്ലീസ് ഞങ്ങളെ രക്ഷിക്കണേ പ്ലീസ്. പറക്കുമ്പോ പേടിക്കുന്ന ആദ്യത്തെ തത്ത ഞാനായിരിക്കും. ഇത് ആരെങ്കിലും അറിഞ്ഞ എത്ര നാണക്കേടാ സംശയട്ടോ. താങ്ക് യു ജിനി ചേട്ടാ, വീഴ്ചയിൽ നിന്ന് അങ്ങാണ് ഞങ്ങളെ രക്ഷിച്ചത്. താങ്ക് യു. ആ ഭൂതം ചേട്ടാ പ്ലീസ് സേഫ് ലാൻഡ് ചെയ്യണേ. ഇപ്പോഴൊക്കെ പ്ലെയിൻ പൊട്ടിത്തെറിക്കുന്ന കാലാ. കഴുതേ, ഇത് പ്ലെയിൻ അല്ലടാ, കയ്യാണ്, കയ്യ്. ഏ? ഓ. കേട്ടോളൂ, നിങ്ങൾ 4 പേരിൽ ആരാണ് നന്നായിട്ട് ആഹാരം പാകം ചെയ്യുന്നത് അവർ മുമ്പോട്ട് വരിക. അത് ശരി, നീയാണ് നന്നായിട്ട് ആഹാരം പാകം ചെയ്യുന്നത്. അല്ല ജിനി ചേട്ടാ, എനിക്കതൊന്നും അറിഞ്ഞൂടാ, അതുകൊണ്ടാ ഞാൻ മുന്നിലേക്ക് വരാത്തത് തന്നെ. അല്ല, ഞാനെങ്ങനെയാ മുന്നിൽ വന്നത്? ജിനി ചേട്ടാ, ഞാനെങ്ങനെയാ മുന്നിൽ വന്നത്? 100 വർഷം പെട്ടിയിൽ അടഞ്ഞു കിടന്ന ഭൂതമാണ് ഞാൻ. വിശന്നു പൊരിയുന്നു, ആഹാരമുണ്ടാക്ക. അടിപൊളി ആഹാരം തന്നെയാ. ഇനി എന്തായാലും 2 മണിക്കൂർ നേരത്തെ വിശക്കില്ല. കുറെ കാലമായിട്ട് പെട്ടിക്കകത്ത് കിടന്ന് മുഷിഞ്ഞിരിക്കുക. ഒന്ന് വൃത്തിയാകണം. എല്ലാരും വാ, എല്ലാരും ചേർന്ന് തന്നെ കുളിപ്പിക്കേ. കുഞ്ഞലിയ, ഇങ്ങനെ ചെയ്തു നോക്ക്, നല്ല രസമുണ്ട്. ചൊറിഞ്ഞു കളിക്കാൻ എന്റെ കയ്യെ കിട്ടിയുള്ളോ? മര്യാദക്ക് വൃത്തിയാക്കടാ. എടേ ഭൂതത്തിന് നമ്മൾ വൃത്തിയാക്കി എടുത്തു. ഇനി നമ്മളെ വൃത്തിയാക്കാൻ ആരാണിടെ ഉള്ളത്? എന്റെ അമ്മോ, വേദന സഹിക്കുന്നില്ല. ആരെങ്കിലും എന്റെ കൈയും കാലം ഒഴിഞ്ഞുവിടെ. കൊച്ചളിയ, അളിയൻ പറഞ്ഞാ ഞാൻ കേൾക്കാതിരിക്കോ? ഇന്നാ പിടിച്ചോ. കൊച്ചളിയ, ഇപ്പൊ നല്ല സുഖമുണ്ടോ? എടോ എന്തിനാണ് അങ്ങനെ ചെയ്തേ? എല്ലാത്തിനും കാരണം നീ തന്നെയാ. എവിടെ നടാ കൊണ്ടുവന്ന് ആ ഭൂതരുന്ന ബോക്സ്? മുകളിലിരിക്കുന്ന ആളെ പ്ലീസ് എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ഈ ജീൻ വീണ്ടും തിരിച്ച് ബോക്സിനകത്ത് തന്നെ പോണാൻ. എന്റെ ബ്രോ, ഇതൊക്കെ മുകളിലിരിക്കുന്ന ആളോട് പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ ചെയ്യാവുന്നുള്ളൂ. എങ്ങനെ? ജീനിക്ക് കഴിയും. ഇല്ല കഴിയില്ല. ജീനിക്ക് കഴിയും. ഇല്ല കഴിയില്ല. ജീനിക്ക് കഴിയും. ഇല്ല കഴിയില്ല. എന്നെ കൊണ്ടതാ ചെയ്യാൻ കഴിയാത്തത്. ഇത് ചെയ്യാൻ കഴിയില്ല. ഇത് തീർച്ചയായിട്ടും കഴിയില്ല. എന്നെ കൊണ്ട് കഴിയാത്തതായി ഒന്നും തന്നെയില്ല. എന്റെ കഴിവുകളൊക്കെ നീ നേരിട്ട് തന്നെ കണ്ടു. വെള്ളത്തിൽ എന്നെ പോലെ ആരെ കൊണ്ടും ഇങ്ങനെ നീന്താൻ കഴിയില്ല. വാവ്, നിനക്ക് എല്ലാം ചെയ്യാൻ കഴിയും. എല്ലാം.
എന്നാ ഒരു മിനിറ്റ്, ഞാൻ എന്ത് ചെയ്യുന്നുവോ അത് ആർക്കും ചെയ്യാൻ പറ്റില്ല. സംശയമുണ്ടോ? ശരി, എന്നാൽ ചെയ്ത് കാണിക്കേ. അതെന്നല്ല, അതുപോലെ 100 എണ്ണം ചെയ്യാൻ പറ്റും. കണ്ടോ, അതൊക്കെ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ കഴിവാടേ. ഏയ്, വെറും കൈയല്ല ഭൂതം ചേട്ടാ, മുഴുവൻ ശരീരവും ഇതിനകത്തേക്ക് പോകണം. പോകൂടെ പോകൂടെ, ടെൻഷൻ ആകേണ്ട. ഞാൻ മുഴുവനായിട്ട് തന്നെ അകത്ത് പോയി കാണിക്കാം. എന്നാ പിടിച്ചോ. ആ. Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play.